ഹായ്, വെൽക്കം ടു മൈ വീഡിയോ. അലി നാസിക് ചിക്കൻ കബാബിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന ഓട്സ് ചിക്കൻ ഷോർബ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് ഗ്രേറ്റഡ് ക്യാരറ്റ്, ഇത് സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, ആൻഡ് ദിസ് ഈസ് ഗാർലിക് ആൻഡ് ജിഞ്ചർ ആൻഡ് സ്ലൈസ്ഡ് ഒനിയൻസ്. പിന്നെ അടുത്തത് വേണ്ടതാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, ദെൻ ഓട്സ് ആൻഡ് ഒലിവ് ഓയിൽ. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കുക്കിംഗ് കടായി ചൂടാക്കി അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തു. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഗാർലിക്, ഒനിയൻ ആൻഡ് ജിഞ്ചർ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പെപ്പർ പൗഡർ ആൻഡ് ജീരകപ്പൊടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇതിന് ശേഷം മിൻസ് ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജീസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ക്യാരറ്റ്സ് ആണ്. ഈ ക്യാരറ്റും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഓട്സ് ആഡ് ചെയ്യാം. ഓട്സ് ആഡ് ചെയ്യുന്നത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓട്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഓട്സ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മസാലയുടെ കൂടെ ഓട്സ് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം. അത് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. എനിക്കിത് കഞ്ഞി പോലെ കുടിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ധാരാളം വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഹിമാലയൻ സോൾട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം സ്പ്രിംഗ് ഒണിയൻ ഒരു ഫ്ലേവറിന്, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും ആഡ് ചെയ്യാം. നിങ്ങൾ വെയിറ്റ് റിഡക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഈസി ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പെർ സെർവിൽ 180 കിലോ കാലറീസും ആൻഡ് 12 to 18 ഗ്രാംസ് ഓഫ് പ്രോട്ടീനും ഉണ്ട്. നല്ല ചൂടോടെ ഉള്ള ഷോർബ. ഹായ്, നല്ല സ്മെല്ലുണ്ട്, നല്ല സൂപ്പിൻ്റെ സ്മെല്ല്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. ബൈ.